മീൻ ഓടിച്ചിട്ട് ആരെയും കുത്തിയിട്ടില്ല. തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. മീനെ പിടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ മീൻ കുത്തിയെന്ന് വരും. നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കുന്നത്. രാഹുൽ ഈശ്വറിന് ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സാറ് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതെനിക്കുണ്ട്. എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി പറയട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രി നന്നായി അറിയാം. അറിഞ്ഞൂടാ. അതിരറിഞ്ഞ് പെരുമാറണം എന്നായി പറഞ്ഞു. അതിലില്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷേ ചില പഠനങ്ങളൊക്കെ രാഹുൽ പൊക്കി കാണിക്കുമ്പോൾ ആ പഠനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞതാ. ഒരു വിശ്വാസിക്ക് പിന്നെ എന്ത് പഠനം? ലഹരിക്ക് അനുകൂലമായിട്ടാണ് മൈത്രേയൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതല്ല, എന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. ലഹരി ഉപയോഗിക്കാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളല്ലേ. ഇതൊരു ഉയർന്ന സമൂഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അത്തരത്തിൽ ഉയർന്ന സമൂഹം ആകാശത്തുനിന്ന് വീഴത്തില്ല. വണ്ടി ഓടിച്ചവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വണ്ടി പഠിക്കാനായിട്ട് ആരും സമ്മതിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ ഉത്തരം മുട്ടിക്കാനും നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതെനിക്ക് തിരിച്ചറിയുന്ന ഒരാളാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. MA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയത്ത് എഴുതിയതൊക്കെ യുദ്ധത്തിനെതിരായിട്ടുള്ള സന്ദേശങ്ങളായിരുന്നു. മനസ്സിൽ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ, ലോക ഗവൺമെൻറ് വരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് മനസ്സിനകത്തുള്ള അത്തരം കാഴ്ചപ്പാടുകളാണ് എഴുതി വെച്ചത്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോലും യൂണിവേഴ്സിറ്റിയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അല്ല, സർട്ടിഫിക്കറ്റ് എങ്ങനെ മേടിക്കാൻ പറ്റുക? ഇതൊക്കെ ഒരിക്കലും ജയിച്ചിട്ടുണ്ടാകത്തില്ലല്ലോ. അതിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണമെന്നും കൂടെ ഉണ്ട്. അതെ, ഞാൻ 3 വിഷയമായിരുന്നു ഞാൻ പ്രധാനമായിട്ട് എടുത്തിരുന്നത്. ഒന്ന് വിദ്യാഭ്യാസം എങ്ങനെ വേണം, അതായിരുന്നു വിശദമായിട്ട് എഴുതിയത്. അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ ആ കാലഘട്ടത്തിലായിരുന്നു സൈക്കോളജിയൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടുള്ള മേഖലകളെ പറ്റിയുള്ളൊരു അറിവ് വരികയും അപ്പോൾ അതിനെപ്പറ്റി സൈക്കോളജിക്കലായിട്ടുള്ള മേഖലയെ പറ്റിയുള്ള അറിവും അതും കൂടെ ചേർത്താണ് വിദ്യാഭ്യാസത്തിനെ പറ്റി എഴുതുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രധാന വിഷയം. അടുത്തത് പിന്നെ പണ്ടേ തൊട്ട് നമ്മൾ ചിന്തിച്ചിരുന്നതാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ റിലീജിയനും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായിരുന്നു പിന്നത്തെ ഒരു വിഷയം. 3ാമത്തെ വിഷയം എന്ന് പറയുന്നത് ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വേണം. അതിന് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കൺസെപ്റ്റായിട്ട് വന്നിരുന്ന റസലിൻ്റെയൊക്കെ ഈ യുദ്ധവിരുദ്ധമായിട്ടുള്ള ലേഖനത്തിനോടൊപ്പമാണ് വേൾഡ് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് BA പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത് അത് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലവാരത്തിൽ UN അങ്ങനെ ഉണ്ടാകുക, അതിന് ശേഷം അതുപോലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മുമ്പോട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ അന്നെല്ലാം എഴുതുകയും പറഞ്ഞത്. അപ്പോൾ ഈ ഇത്രയും വിഷയങ്ങളാണ് ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് അന്നത്തെ പരീക്ഷകൾക്ക്. അതിനകത്ത് കീറ്റ്സിനെ പറ്റിയും ഷേക്സ്പിയറിനെ പറ്റിയൊക്കെ ഉള്ളതാണ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, I don't want to write any of these things, I want to write this എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എഴുതുക. എനിക്കിഷ്ടം റസലിനെയാണ്, അതുകൊണ്ട് ഞാൻ റസലിനെ എഴുതും. റസലിനെ എഴുതുക എന്നുള്ളതല്ല, വിഷയത്തിന് ആദ്യം വിഷയം എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങ് എഴുതുക. ഇന്ന വിഷയങ്ങൾ ഞാൻ പറയും, അതങ്ങോട്ട് കേട്ടാൽ മതി. അതിപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എഴുതാൻ തുടങ്ങിയും അധ്യാപകർ 2 പേര് നിന്നിട്ട് ഇങ്ങനെ അഡീഷണൽ ഷീറ്റ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ സ്വന്തം വിഷയമല്ലേ, അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങ് എഴുതുകയല്ലേ. അങ്ങനെ എഴുതി തീർത്ത്. അപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു, ഇതെന്താണ് ഇത്രയും വലിയ എഴുതുന്നതെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ വിഷയമായത് കാരണം കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വിഷയമായത് കാരണം കൊണ്ടാണ് എഴുതി. അതങ്ങ് എഴുതി അങ്ങ് തീർക്കുക എന്നുള്ളതാണ് ചെയ്തത്. അന്ന് അധ്യാപകരെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയായിട്ട് അതിനകത്ത് എഴുതിയതുപോലെ ഇന്നിപ്പോൾ ഹാഷ്മിയുടെ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിക്കകത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് അതിനകത്ത് വന്നു. അതിനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് നിനക്കത്ര വിവരം പോരാ ഇതിനകത്ത്, ഞാൻ പറയും, അപ്പം നീ കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലായ്മ വേറൊരു തരത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും മൈത്രേയൻ ശരിക്കും പ്രൊവോക്ഡ് ആയിപ്പോയോ? ഞാൻ അയാൾ ആദ്യം ഡ്രഗിനെ പറ്റിയാണ് സംസാരിച്ചത്. എൻ്റെ നിലപാട് തെറ്റാണെന്ന് അയാളുടെ ആദ്യത്തെ വിവരണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു, കോടതിയിലെ വിധി വക്കീൽ പറഞ്ഞു കഴിഞ്ഞു. മറ്റേത് ജഡ്ജിയാണല്ലോ പറയുന്നത്, ഇത് വക്കീൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ഞാനത് പറയുന്നത്. ആളുകൾ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ വളരെ അൺഡെമോക്രാറ്റിക്. അത് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, 100 കണക്കിന് ഇൻ്റർവ്യൂസ് ഉണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഞാനിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇത് ആ സംസാരിക്കുന്നതിനകത്ത് അവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. അത് ഞാൻ വിചാരിക്കുന്നത് ഞാനത് ചെയ്യേണ്ട ഒരാളാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ
കാരണം അവർക്ക് ഉദ്ദേശം, ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അറിയാനുള്ള ചോദ്യമല്ല അത്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ ഉത്തരം മുട്ടിക്കാനും നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതെനിക്ക് തിരിച്ചറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും ആൾക്കാർ അറിയേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും ആൾക്കാർ ഉദാഹരണത്തിന് ഞാൻ പറയും, ഇപ്പം മീനെ പിടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ മീൻ കുത്തിയെന്ന് വരും, അല്ല മീൻ ഓടിച്ചിട്ട് ആരെയും കുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴാണ് ആൾക്കാരുടെ അടുത്ത് അവരുടെ പുറകെ നടന്ന് അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയണ്ടേ. ഇത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ജനകീയ കോടതിയുടെ ഫോർമാറ്റ് മൈത്രേയൻ ചിലപ്പോൾ അവെയർ ആയിരിക്കില്ല. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു വിചാരണ പോലെ ഒരു വക്കീലിൻ്റെ സ്വഭാവത്തോടുകൂടി ആങ്കർ നിൽക്കുന്നു, എന്നിട്ട് ഒരു ജഡ്ജിയൊക്കെ അവിടെ ഉണ്ടാവും, എതിർ ഭാഗം പറയാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വരും. അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണുള്ളത്. ഈ ഫോർമാറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ? ഇല്ലില്ല, അത് നേരത്തെ മുമ്പും പോയതല്ലേ. ഞാൻ പറഞ്ഞ ആ ഫോർമാറ്റിന് പ്രശ്നമല്ല. നമ്മൾക്ക് ഒരു ട്രയലിനകത്ത് ഇയാൾ പറയേണ്ടതുണ്ട്. എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി പറയട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, അവരുടെ നിലപാടിലേക്ക് എന്നെ എത്തിക്കാനാണ്, അല്ലെങ്കിൽ എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നിടത്ത് എത്തുന്നത്. അത്രയും നമ്മൾ കാണേണ്ടതുണ്ട്. ആ റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനമായിട്ട് ആൾക്കാർ എന്നെ കണ്ടാലേ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ നല്ല പുൽമേട് കണ്ടാൽ ഇവിടെ ഇരുന്ന് കാര്യം പറയാമെന്ന്. പക്ഷെ ഇരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു തൊട്ടാവാടി നിന്നാൽ അതിൻ്റെ മണ്ടയിൽ ഇരിക്കത്തില്ല. തൊട്ടാവാടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ മണ്ടയിൽ ഇരിക്കാനും അതിനെ ആട് കടിക്കാതിരിക്കാനും അത് കുറച്ച് മുള്ളുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്രേ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്, അല്ലാതെ ഞാൻ ആരെയാണ് ഈ ഉപദ്രവിക്കുകയും ആരോടാണ് യഥാർത്ഥത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഈ ആൾക്കാർ പറയുന്നത്. രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഡിസ്കഷനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, യോജിപ്പില്ല എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആൾക്കാർ തമ്മിൽ യോജിച്ച് എല്ലാ കാര്യത്തിനകത്തും പോകത്തില്ല. രണ്ട് വ്യക്തികളുള്ളിടത്തോളം കാലം രണ്ട് അഭിപ്രായങ്ങളുണ്ടാവും. ഞാനും ജയശ്രീയും തമ്മിൽ എത്രയോ എല്ലാ കാര്യങ്ങളിനകത്തും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. പക്ഷെ നമുക്ക് യോജിപ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് 50% തൊട്ട് ഒരു 70% വരെ ആൾക്കാർക്ക് സ്വാഭാവികമായ യോജിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒന്നിച്ചൊക്കെ ജീവിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷെ പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വഴിയാണ് ഒരു 80% വരെ വരും. പക്ഷെ ഒരിക്കലും 20% നമ്മൾ ആര് വിചാരിച്ചാലും ചേർക്കാനൊക്കത്തില്ല. കാരണം രണ്ട് വ്യക്തികളില്ലാതായി. ആ ഷോയുടെ ഒരു പ്രത്യേകത അതിനകത്ത് കുറേ ജമ്പിങ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മൈത്രേയൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിലപ്പോൾ മൈത്രേയനെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ മൈത്രേയനും കൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മൈത്രേയൻ പൊതുവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള സംസാരങ്ങളിലാണ് കൂടുതൽ ഉള്ളത്. പക്ഷേ ചില സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിലും പോവാറുണ്ട്. അത് ആ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് മൈത്രേയൻ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആ സന്ദർഭത്തിനകത്ത് ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണല്ലോ, ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഒരിടത്തും പോകുന്നത്. അവർ വിളിച്ചിട്ടല്ലേ ഇപ്പോൾ. അപ്പോൾ അവരാണ് ആ ഫോർമാറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ അവർ ആളുകൾ പറയുന്നത് പൂള് വെച്ച് ചോദിക്കൂ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. ആ ചോദ്യത്തിനകത്ത് നമ്മളെ അസ്വാരസ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അലോരസപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ഒരു സാധനം വെച്ചിട്ട് ആ ചോദ്യം വരുന്നത്. അത് നമ്മളാണ് അറിയുന്നത്. അപ്പോൾ ആ സാധനം മറ്റുള്ളവർ കാണുമ്പോൾ ഈ എന്താണ് ഉത്തരം പറയുന്ന ആൾക്കാർ അഭിനയിക്കേണ്ടതുണ്ട്. അതാണ് ഇവർ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ റെസ്പോണ്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൂള് വെച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ ആളുകളെ വിളിച്ചിരുത്തി ഉപദേശിക്കുകയും അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ആൾക്കാർക്ക് പറയാം ഓക്കെ ഞാൻ മോശമായിട്ട്. മറ്റേതങ്ങനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സാറ് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതുണ്ട്. നമുക്ക് കൺവിക്ഷൻ ഉള്ളത് നമ്മൾ പറയുന്നത് ശരിയായതുകൊണ്ടല്ല, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത്? എനിക്ക് ബോധ്യമേ ഇല്ല, പക്ഷേ ഞാൻ കുറേ കാര്യം പറയുക. ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? അതൊരു നാട്യമാണെന്ന് ഞാൻ പറയും. പക്ഷേ ചില പഠനങ്ങളൊക്കെ രാഹുൽ പൊക്കി കാണിക്കുമ്പോൾ ആ പഠനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞതാ. ഒരു വിശ്വാസിക്ക് പിന്നെ എന്ത് പഠനം? അയാൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പഠനവും അയാൾക്ക് ആവശ്യമില്ലാത്ത ആളാണ്. കാരണം അയാൾ വിശ്വാസിയാണ്. വിശ്വാസിക്ക് എന്തിനാണ് പഠനം? അപ്പോൾ അയാൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? എന്നെ വായടപ്പിക്കാൻ വേണ്ടിയാണ്.
അതിന് ഐൻസ്റ്റൈൻ അല്ല, ഐൻസ്റ്റൈൻ്റെ അച്ഛൻ പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. അത് എടുക്കാതിരിക്കുന്നത് ഒരു വിശ്വാസിയാണ് അത് അപ്ഹോൾഡ് ചെയ്യുന്നത്. അതോടെ തന്നെ അത് ഡിസ്ക്രെഡിറ്റഡ് ആണ്. പിന്നെ അത് എടുക്കേണ്ട കാര്യം പക്ഷേ വേറൊരു കാര്യമുള്ളത്, അതിനകത്ത് യുദ്ധവിരുദ്ധ നിലപാടെടുത്തു എന്നുള്ള പേരിലാണ് ശരിക്കും അതിനകത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നത്. ആദ്യത്തെ ഡിസ്കഷൻ തുടങ്ങുന്നത് തന്നെ യുദ്ധവിരുദ്ധമായ ഇപ്പോഴത്തെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 2 പേരാണ് ഇവിടെ കേരളത്തിൽ ക്രൂശിക്കപ്പെടുന്നത്. ഒന്ന് സ്വരാജും പിന്നെ ഒന്ന് മൈത്രേയനുമാണ്. യുദ്ധവിരുദ്ധ നിലപാടെടുത്തതിൻ്റെ പേരിൽ പോപ്പുലർ ഫിഗേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാർ കണ്ടിട്ട് ഈ യുദ്ധവിരുദ്ധ നിലപാടെടുക്കുന്നത് അത്ര മോശം കാര്യമായിട്ടൊരു സമൂഹത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദുരന്തമല്ലേ? ശരി, അത് പറഞ്ഞില്ലേ, ജാതി മത രാജ്യസ്നേഹ ദുരിതത്തിലാണ് നമ്മൾ. പണ്ട് കാലത്ത് ജാതിയിലായിരുന്ന ആൾക്കാർ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ജാതിക്കാരെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് മതം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് മതം നമുക്ക് ശല്യമായി തീർന്നപ്പോഴാണ് രാജ്യസ്നേഹം വന്നത്. ഇപ്പം രാജ്യസ്നേഹം ലോകത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇത്രയേ ഉള്ളത്. അതുകൊണ്ട് ഈ 3 എണ്ണം ഒരുപോലെ തന്നെ അപകടകരമായ സാധനം. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നുള്ള നിലവാരത്തിലല്ലാതെ ലോകത്ത് ഒരു ഭരണം ആവശ്യമില്ല. ക്രമീകരണ സംഘടനകളാണ് ഉണ്ടാകേണ്ടത്. ഭരണഘടന പോലും അല്ല ഉണ്ടാകേണ്ടത്, ക്രമീകരണ ഘടനയാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് പകരം ഹെറാർക്കിക്കലായ സ്ഥാപനങ്ങളിലൂടെ ആളുകളെ കീഴടക്കി ഭരിക്കുന്നത് ജനപ്രതിനിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണമാണ്. രാജാവിന് പകരം 25 രാജാക്കന്മാരുണ്ടായിരിക്കുന്ന ലോകത്താണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ജനാധിപത്യം എന്താണെന്ന് പോലും ഇപ്പോൾ ആൾക്ക് പറഞ്ഞുകൂടാ. ആൾക്ക് ആകെ അറിയാവുന്ന വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനാധിപത്യം കഴിഞ്ഞെന്ന്. അല്ലാതെ വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നും നമ്മൾ തുല്യരാണെന്നും നമ്മുടെ പ്രതിനിധികളാണ് ഈ രാഷ്ട്രീയക്കാരെന്നും തിരിച്ചറിയുന്നില്ല. രാഷ്ട്രീയക്കാർ ഭരിക്കാൻ പോകുന്നെന്നാണ് അവർ വിചാരിക്കുന്നത്, നമ്മളും വിചാരിക്കുന്നത്. ഭരിക്കാനായിട്ട് ജനാധിപത്യത്തിന് ഇല്ല. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാണ്. ക്രമീകരണങ്ങളാണ്, അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ് നമ്മൾ രാജ്യങ്ങളെ അംഗീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗോത്രീയ സ്വഭാവം പലപ്പോഴും പുരോഗമനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരുമിച്ച് നിൽക്കുന്നതിന് തടസ്സം എന്താണ്? ഒരുമിച്ച് നിൽക്കാനാണല്ലോ നമ്മൾ മനുഷ്യരെന്നുള്ള നിലവാരത്തിലുള്ള കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ഒരു ജനിതകമായിട്ട് പണ്ടാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെ അല്ല, പക്ഷെ ദൈവം പലതരത്തിൽ സൃഷ്ടിച്ചു എന്നാണ് എല്ലാവരും പഠിപ്പിച്ചത്. കറുത്തവരായിട്ടും വെളുത്തവരായിട്ടും സൃഷ്ടിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കാലയെന്നാണ് ജനിപ്പിച്ചത്, തുടയെന്നാണ് ജനിപ്പിച്ചത്, തോളയെന്നാണ്, അല്ലെങ്കിൽ വായിക്കാത്തതെന്നാണ്. ഞാൻ ഹെറാർക്കി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചത്. കറുത്തവരും വെളുത്തവരും മാത്രമുള്ള സ്ഥലത്ത് കറുത്തവരായിട്ടും വെളുത്തവരായിട്ടും മഞ്ഞയായിട്ടും ചുവപ്പ് നിറത്തിലും ബ്രൗൺ നിറത്തിലും ഒക്കെ ആൾക്കാരെ സൃഷ്ടിച്ചു. വ്യത്യസ്തമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണല്ലോ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ദൈവമാണ് എല്ലാവരെയും ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് പഠിപ്പിക്കുന്ന വഴി ദൈവത്തിൻ്റെ മക്കളാണെന്ന് പഠിപ്പിച്ച് ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോൾ വ്യത്യാസങ്ങൾ നിലനിർത്തി ആളുകളെ തുല്യരായി കണ്ടിട്ടല്ല. ഇതാണ് ജനാധിപത്യത്തിനകത്ത് വന്നത്. എന്താണ്, നമുക്ക് എത്ര പ്രായമുള്ള ആളായാലും എത്ര ധനമുള്ള ആളായാലും ആണായാലും പെണ്ണായാലും ആണും പെണ്ണും അല്ലാത്ത ആളായാലും ശരി ഒറ്റ വോട്ടേ ഉള്ളൂ എന്ന് വരുന്ന നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന കാര്യമാണ് ഉണ്ടായത്. ആ ഇക്വാളിറ്റി എന്ന് പറയുന്നത് അതിനു മുമ്പ് ചരിത്രത്തിൽ ലോകത്തൊരിടത്തുമില്ല. ഇങ്ങനൊരു കോൺസെപ്റ്റേ ഇല്ല. ഏകത്വമല്ല തുല്യത. ഇന്ത്യക്കാരൻ ഏകത്വമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സകല വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി ബ്രഹ്മം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് വ്യത്യാസങ്ങളുടെ മേഖലയില്ല. നമ്മളങ്ങനല്ല. വ്യത്യാസങ്ങൾ നിലനിൽക്കെ നിയമത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെ തുല്യരായിരിക്കുന്നു എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം. ആ സ്ഥലത്ത് അതിനനുസൃതമായ അംഗീകാരവും തുല്യതയും പാലിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതുവരെ ഇന്ത്യൻ ക്ലാസ് റൂമുകളിൽ ഒറ്റ ക്ലാസ് റൂമിൽ ഇതുവരെ ഭരണഘടന വായിച്ചില്ല. ഇപ്പോഴും നമ്മൾ ഈ കൂട്ടപ്രാർത്ഥനയാണ് നടത്തുന്നത്. അത് ഏതെങ്കിലും മതത്തിൻ്റെ ദൈവത്തിനെ എടുത്തു കളഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് പുരോഗമനപരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന ഇപ്പം ദൈവമേളിലാണ്, അതിൻ്റെ താഴെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണാധികാരി, ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ആ ഹെറാർക്കിയാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ങനെ തുല്യത പഠിപ്പിക്കും? പ്രാർത്ഥന നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഭരണഘടന പഠിപ്പിക്കുകയും തുല്യതയെപ്പറ്റി പഠിപ്പിക്കുകയും തുല്യരായ പൗരന്മാരായി എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് ക്ലാസ് റൂം ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഇന്ത്യക്കാർ രാഷ്ട്രീയക്കാരാകരുതെന്ന് പഠിപ്പിച്ചിരുന്ന ക്ലാസ് റൂംസ് ആണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യപരമായ പൗരന്മാരെ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത്. അവിടെ നമ്മുടെ ഭരണഘടന പഠിപ്പിക്കണ്ടേ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്? അത് തൊട്ടിട്ടില്ല. ജാതി അനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിന് ജാതി അനുസരിച്ച് മുൻജാതിക്കാർ ഉയർന്ന ജാതിക്കാരെന്നുള്ള സങ്കല്പം നിൽക്കുന്നതാണ് കണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ബെഞ്ചിട്ടിട്ട് പുറകിൽ പിൻജാതിക്കാരെ ഇരുത്തിയിരുന്നതാണ് ക്ലാസ് റൂം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പഠിപ്പിക്കുന്ന ഇടമായി ക്ലാസ് റൂംസ് തുടങ്ങുകയും നമ്മൾ ജനിക്കുന്ന വീടുകൾ മുഴുവൻ ജാതി മതം അനുസരിച്ചിട്ട് അന്യരെ വെറുക്കണമെന്ന് പഠിപ്പിക്കുന്ന വീടുകളിലുമാണ് നമ്മളുള്ളത്. എവിടെയാണ് നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഏരിയകൾ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലഹരിക്ക് അനുകൂലമായി സംസാരിക്കുന്ന മൈത്രേയനെ പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൈത്രേയൻ സംസാരിക്കുന്നത് ലഹരിക്ക് അനുകൂലമല്ല. ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള മൈത്രേയൻ്റെ നിലപാടാണ് ആ പറയുന്നത്. അത് നമുക്ക് ഡിബേറ്റബിൾ ആണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ലഹരിക്ക് അനുകൂലമായിട്ടാണ് മൈത്രേയൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതല്ല, എന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനും ലഹരി ഉപയോഗിക്കാത്തവനും ലഹരിക്ക് അനുകൂലവും പ്രതികൂലം എന്ന് പറയുന്നത് ബൈനറിയിൽ അവർ പെടുത്തുന്നതുകൊണ്ടാണ് ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. മോഷണം എന്താണ് ശിക്ഷിക്കപ്പെട്ടവരെ അടുത്ത് മനുഷ്യത്വപരമായി പെരുമാറണം എന്ന് പറഞ്ഞാൽ മോഷണത്തിന് വേണ്ടി നമ്മൾ ബാധിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ അത് അവതരിപ്പിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള പ്രാക്ടീസസുമായി കഴിയുന്ന മനുഷ്യരെ എങ്ങനെയാണ് ജാതിയും മതവും ഒക്കെ നിലനിൽക്കെ തന്നെ ജനാധിപത്യം പഠിപ്പിച്ച് എങ്ങനെയാണ് ആളുകളെ ഏകോപിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്, ജാതി അനുസരിച്ച് വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്, മതം അനുസരിച്ച് വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പം നമ്മൾ ജാതി നിലനിർത്താനും മതം നിലനിർത്താനുമാണ് പറയുന്നതെന്ന് പറയുന്ന പോലെയാണ് ഇത് പറയുന്നത്. ലഹരി ഉപയോഗിക്കാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളല്ലേ. ഞാൻ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. അത് ആളുകൾ ചെയ്യും. അതിന് അഡിക്ഷൻ ഉള്ളവരുണ്ട്, ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ട്, ആ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരും ഉപയോഗിക്കുന്നവരുമുണ്ട്, അഡിക്ഷൻ ഉള്ളവരുണ്ട്. ഞാൻ നമുക്ക് മദ്യം ഉപയോഗിക്കുന്നവർ മുഴുവൻ പേരും എന്താണ് അമിത മദ്യപാനികൾ ആകുന്നില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. അത് രോഗാതുരമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഇത് ഉപയോഗിക്കുന്നവർ മുഴുവനും അഡിക്റ്റീവായി മാറും, ജീവിതത്തിൽ ഒരിക്കലും ഇത് ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് ആയിപ്പോ എന്നൊക്കെ പറയുന്നുള്ള ഉമ്മാക്കി പറയുന്ന പോലെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയരുതെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ലോകത്തുണ്ട്, അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന അറിവ് കൊടുക്കേണ്ടതുണ്ട്. ലൈംഗികതയെ പറ്റിയുള്ള അറിവ് കൊടുക്കാത്തതുപോലെ തന്നെയാണ് ഇതൊക്കെ. ഇത് രഹസ്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഒരു അധോലോകം ഇതിനു വേണ്ടി അവസാനം ഉണ്ടാകും. ഞാനതുകൊണ്ടാണ് ഈ നിരോധനത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിരോധിക്കുന്ന ഏതും രഹസ്യമായി തുടരും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനെ സമീപിക്കുന്ന രീതി നിയന്ത്രിതമായി എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊരു ഉയർന്ന സമൂഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അത്തരത്തിൽ ഉയർന്ന സമൂഹം ആകാശത്തുനിന്ന് വീഴത്തില്ല. വണ്ടി ഓടിച്ചവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വണ്ടി പഠിക്കാനായിട്ട് ആരും സമ്മതിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതെന്തൊരു അസംബന്ധം പിടിച്ച പറച്ചിലാണ്. പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നമ്മൾ ഒരിക്കലും നന്നാകത്തില്ല എന്നാണ് ആദ്യമേ തീരുമാനിച്ചു. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ആയത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുമ്പം സമാനതയുള്ളത്, അല്ലാതെ എന്താണ് ഇവിടുത്തെ യുക്തിവാദികളുണ്ട്, ഫലസി എന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാം തർക്കശാസ്ത്രം പഠിച്ചത്, നമ്മളെല്ലാം തർക്കശാസ്ത്രം അറിഞ്ഞുകൂടാത്തവരാണ്. മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്, അല്ലാതെ അത് ഇക്വേറ്റ് ചെയ്യുമൊന്നുമല്ല. ഇപ്പോൾ ഇത് അങ്ങോട്ട് പറഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ കുറേ യുക്തിവാദികൾ മാറിയിരുന്ന് ഇത് ഇന്ന ഫലസിയാണ് ഇവൻ പറയുന്നതൊക്കെ പറഞ്ഞു തുടങ്ങും. അസംബന്ധം പിടിച്ച കാര്യങ്ങൾ. രാഹുൽ ഒരു ലോജിക്കൽ ഫാലസിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ലോജിക്കൽ ഫലസി ഇവനൊക്കെ എന്തിനാണ് പറയുന്നത്? വിശ്വാസിക്ക് എന്ത് ലോജിക്ക്? ഒരു ലോജിക്കും ഇല്ലാതിരിക്കുന്നതിന് ഒരുത്തിന് മാത്രമേ വിശ്വാസിക്കാനൊക്കത്തുള്ളൂ. പിന്നെ അവൻ നമ്മുടെ ലോജിക്കൽ ഫലസി പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ അസംബന്ധം പിടിച്ച നിലപാടുകളല്ലേ. വിൻ ചെയ്യാൻ വേണ്ടി ഏത് ആർഗ്യുമെൻറ്റും ആൾക്കാർ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ മീനിങ് ഒന്നുമില്ല. നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ഈ തരത്തിലുള്ള സമീപന രീതികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ എടുക്കുന്ന മുഴുവൻ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇത് സമാനമായി കറക്റ്റായ ഉദാഹരണമാണോ എന്നൊക്കെ ചോദിക്കുന്നതല്ല. ഒരു ലോജിക്കലായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ പരിചിതമായ ലോകത്തേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള മേഖലയിലാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കാറുള്ളത്, അല്ലാതെ ഇക്വേറ്റ് ചെയ്യുക അല്ല. അത്രയൊക്കെ ആളുകൾ അറിയേണ്ടതുണ്ട്. ഈ ബൗണ്ടറീസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബൗണ്ടറികൾ ഇല്ലാതാകുന്നതിനെ കുറിച്ചും ഇപ്പോൾ 47 നമ്മളൊരു വര വരച്ചപ്പോഴാണ് 2 രാഷ്ട്രങ്ങളായിട്ട് മാറുന്നത്. ഈ വരകൾ ഇല്ലാതാവുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്നതാണ്. പക്ഷെ അതിനല്ല, ഞാൻ ആ അർത്ഥത്തിലേ അല്ല ഈ വിഷയം പറയുന്നത്. വരകൾ ഇല്ലാതാകുന്ന ഒന്നും അല്ല. നമ്മളിത് മനസ്സിലാക്കാനുള്ളൂ. വരകൾ
ജീവന്റെ സ്വഭാവം അതിരനുഭവമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഉം. ഓരോ ആളും വേറൊരാളുമായി സംഘം ചേർന്ന് പുത്തൻ വരകൾ ഉണ്ടാകൂ എന്ന് പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. ഉം. ഞാനാണ് അതിരില്ലാതെ പറയുന്നു എന്നാ പറയും. ഞാൻ അതിരറിഞ്ഞു പെരുമാറണമെന്നാണ് ഈ പറയുന്നത്. ഉം. അല്ലാതെ വേദാന്തികളുടെ അതിരില്ലാത്ത ലോകമോ സ്വപ്നമോ ഒന്നും അല്ല ഈ പറയുന്നേ. ഉം. അതിരുണ്ടെന്നും അതിരറിഞ്ഞു പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മൾ പറയുന്ന ആളുകളുടെ സിവിലൈസ്ഡ് പെരുമാറ്റം. നമ്മൾക്ക് രണ്ടുപേർക്കും ബൗണ്ടറികളുണ്ട്, കൂട്ടമായ ബൗണ്ടറി ഉണ്ട്. പുത്തൻ ബൗണ്ടറികൾ എല്ലാ ദിവസവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ബൗണ്ടറി ഉണ്ടാകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, അഡ്മിനിസ്ട്രേറ്റീവായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് അലംഘനീയമായി നിൽക്കരുതെന്ന് മാത്രമായി പറയുന്നത്. ലംഘിക്കാൻ പറ്റാത്തതായിട്ടുള്ള അതിരുകളല്ലത്. ഇപ്പം തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും, ഒരു കസേരയിൽ മടിയിലിരിക്കാൻ പറ്റും. അത് ഇഷ്ടം കൊണ്ടുണ്ടാകുന്നതാണ് ആ അതിര് മാറുന്നത്. അതിര് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. പക്ഷേ ഇയാളുടെ കാല് വേദനിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ അതിര് വരും. എത്ര പ്രണയം ഉണ്ടായാലും ശരി, മടിയിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ കാലിന് വേദന വരുമ്പോൾ നമ്മൾ മാറിയിരിക്കാൻ പറയും. ഇത് കുഞ്ഞായാലും ചെയ്യും. പക്ഷെ പരിചയമില്ലാത്ത ഒരാളെ അയാൾ വന്നിട്ട് നമ്മുടെ മടിയിലിരുന്നാൽ അത് സമ്മതിക്കാനൊക്കത്തില്ല. ഇതുകൊണ്ടാണ് ബൗണ്ടറി കടക്കുന്ന കാര്യങ്ങളല്ല, ബൗണ്ടറിയെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ കാര്യമായി ഈ പറയുന്നത്. അല്ലാതെ ബൗണ്ടറി ഇല്ലാത്ത ലോകത്തിനെ പറ്റി അല്ല പറയുന്നത്. അല്ല, അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മൈത്രേയൻ സംസാരിക്കുമ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഏകോദ സഹോദരങ്ങളായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിയുടെ തുടർച്ചയായിട്ടാണ്. ഏരിയയും ഉണ്ടാറില്ല. ഇതൊക്കെ ആളുകൾ ആരോപിച്ച് എൻ്റെ മണ്ടയിൽ വെക്കുന്നതാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ മണ്ടയിൽ ആരോപിക്കുന്ന വഴിയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ആളുകൾക്ക് പരസ്പരം ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഒന്നിച്ചു ചേരും, ആവശ്യമുള്ളിടത്തെ നമ്മൾ ഒന്നിച്ചു ചേരും. ഇപ്പം നാരായണ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ എഴുതി വയ്ക്കുന്ന ഒരു വരിയുണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വയ്ക്കുമ്പം ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ആരാധനാമൂർത്തിയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അങ്ങനെ അവിടെ ഒന്നിച്ചു കൂടൂ. അത് എഴുതി വെച്ചാലൊന്നും ആകത്തില്ല. അത് സ്വാഭാവികമായി അങ്ങനത്തെ ഒരു ഇടം ഉണ്ടാകുക എന്ന് പറയുന്നത് പബ്ലിക് ബസ്സാണ്, ബസ് സ്റ്റോപ്പാണ്. ഇവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണിത്. അതാരും പറഞ്ഞിട്ടല്ല. യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളവരെല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിൽ കൂടുന്നതും ബസ്സിനകത്ത് കയറുന്നതും ജാതി മതങ്ങളൊന്നും ഇല്ലാതാണ് ആ ബസ്സിനകത്ത് യാത്രക്കാരായി മാറുന്നത്. അതാണ് മാതൃകാസ്ഥാനം. ഇത് വളരെ സ്വാഭാവികമായി രൂപപ്പെട്ട മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ഇടമാണ്. ചന്ത എല്ലാവർക്കും ആവശ്യമായത് കാരണം കൊണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരോട് ഒന്നിച്ച് പണക്കാരും വരും, പണമില്ലാത്തവനും വരും, കറുത്തവനും വരും, വെളുത്തവനും വരും, എല്ലാവരും വരും. കാരണം എല്ലാവർക്കും സാധനങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെയാണ് മാതൃകാസ്ഥാനം. ഇത് ആരും പഠിപ്പിച്ചിട്ടുണ്ടാക്കേണ്ട. മനുഷ്യർക്ക് ആവശ്യമായ ഇടങ്ങൾ, മാളുകൾ ഉണ്ടായാൽ മതി, മനുഷ്യർ ഒന്നിക്കും. ക്ഷേത്രത്തിനകത്ത് ഒന്നിക്കത്തില്ല, പള്ളികളിൽ ഒന്നിക്കത്തില്ല. അതൊക്കെ പണ്ട് ഒരു വിഭാഗം ജനത, ഒരു ഗ്രൂപ്പ്, ഒരേ ഇനം ആൾക്കാർ പരസ്പരം അടിക്കാതിരിക്കുന്നതിന് മാത്രമേ ഈ മതപരമായ ഇടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അല്ല സർവ്വമത പ്രാർത്ഥന നടത്തിയാൽ ചേരത്തില്ല. പക്ഷെ മൈത്രേൻ്റെ ഒരു പിൽക്കാലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുവധാരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സ് നക്സൽസ് ഇല്ലെങ്കിൽ ഡെഡ് നക്സൽസ് എന്നൊക്കെ പറയുന്നവരുമായിട്ട് ചേർന്നിട്ട് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റഡീസൊക്കെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഒരു ഫിലോസഫിക്കലായിട്ട് മൈത്രേയൻ സംസാരിക്കുന്നതായിട്ട് തോന്നാം ആൾക്കാർക്ക്. ഫിലോസഫി ഇല്ലാത്തതല്ല എൻ്റെ ജീവിതം. എന്താണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത്? നമുക്ക് ഒരു ഹൈപ്പോത്തിസിസുകൾ നമുക്ക് ആവശ്യമാണ്. അത് വർക്കബിളായിട്ട് മാറുമ്പോഴാണ് നമ്മളതിനെ തിയറി എന്ന് പറയുന്നത്. സയൻറ്റിഫിക് തിയറി അതുവരെ നമ്മൾ ഹൈപ്പോത്തിസിസുകൾ വെക്കേണ്ടി വരും. ഈ ഹൈപ്പോത്തിസിസ് വെക്കുന്ന സ്ഥലത്ത് ഫിലോസോഫിക്കലായ ഇൻസൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ലോകം മുഴുവൻ ഹൈപ്പോത്തിസിസ് വെക്കുന്നത്. അല്ലാതെ എവിടെ നിന്ന് വരും? അത് വെക്കും, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തിയറി ആയി കഴിഞ്ഞാൽ അത് സയൻസായി. ഇത്രയേ ഉള്ളൂ. ഹൈപ്പോത്തറ്റിക്കലായ ഒരു ഹൈപ്പോത്തിസിസും ഇല്ലാത്ത ഒരു സയന്റിസ്റ്റ് ലോകത്തുണ്ട്. ഈ പ്രപഞ്ചത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ പറയും? അറിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുമാണ്. അവിടെ ഇവിടെ 50 വർഷം കഴിഞ്ഞിട്ട് ആരെയും ടെസ്റ്റ് ചെയ്തിട്ട് ഇത് അറിയുന്നത്, അതുവരെ അത് ഹൈപ്പോത്തിസിസ് ആയിട്ട് നിൽക്കും. ആ മേഖലയിലെല്ലാം ഫിലോസോഫിക്കലായ ഇൻസൈറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ദിശയോടെ ബന്ധപ്പെട്ട് നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഈ മനുഷ്യർ തമ്മിൽ അടിക്കണ്ട എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ ജീവിതം പ്രഷ്യസായിട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ്.
എൻ്റെ ജീവിതം പോലെ തന്നെയാണ് മറ്റേയാളുടെ ജീവിതം എന്ന് തിരിച്ചറിയുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത്. അതാ അതിൻ്റെ ഉദ്ദേശം അവിടെ ഉണ്ട്. ആ യോജിപ്പിൻ്റെ മേഖല എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം പറയുന്നത്. അല്ല പിന്നെ നമ്മൾ എന്തിനാണ് പറയുന്നത്? അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ല. ഒന്നൊന്നിനെ ആഹരിച്ച് ജീവിക്കുകയാണ്. ഇതാണല്ലോ ലോകത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത്. ഒന്നൊന്നിനെ ആഹരിച്ച് ജീവിക്കുകയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും കൊല്ലാം എന്ന് അതിനകത്തൊന്നും അറിയുകയാണോ ചെയ്യുന്നത്? നമ്മൾക്ക് ഇന്ന് ഇറച്ചിയും മീനും പോലും ഒരു ചട്ടിക്കകത്ത് ഉണ്ടാക്കി എങ്ങനെയാണ് ഈ മൃഗങ്ങളെ കൊല്ലാതെ തിന്നാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നിടത്താണ് ശാസ്ത്രം നിൽക്കുന്നത്. പെട്രി ഡിഷിനകത്ത് ചട്ടിക്കകത്ത് ഇറച്ചി ഉണ്ടാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു നമ്മൾ. അടുത്ത ഒരു 20 വർഷത്തിനകത്ത് ലോകവ്യാപകമായി ഈ മൃഗങ്ങളെ വളർത്താതെ അതിനെ തിന്നാൻ പറ്റും എന്നുള്ളിടത്ത് നമ്മളെത്തും. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ കൊല്ലാതെ തിന്നാൻ പോകുന്നത്. ഇത് മനുഷ്യർ നിർമ്മിക്കുന്നത് വഴി മാത്രം ഉണ്ടാകുന്നതാണ്, അല്ലാതെ താനെ വരത്തില്ല. അല്ല, പ്രകൃതിക്ക് അനുസൃതമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും തിന്നുന്നതായിട്ടാണ് പ്രകൃതി രൂപപ്പെട്ടത്. അത് ദൈവമാണ് അത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിന് കൊള്ളാത്തൊരു ദൈവമാണ് പിന്നെ ഉണ്ടായത്. ഒന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് വിവരമുള്ളതാണെങ്കിൽ ഒരു ദൈവം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടല്ല, അപ്പോൾ അങ്ങനത്തെ വിവരമുള്ള ദൈവം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതെങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ എളുപ്പമാണ് മറ്റൊന്നിനെ ആഹരിച്ച് ജീവിക്കുന്നത്, എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ്. അതിനകത്തുനിന്ന് യഥാർത്ഥത്തിൽ ഇനി മോചിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി ഈ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ശരീരത്തിന് നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് പ്രോട്ടീൻ വേണം. ഇതൊന്നും നമുക്ക് ഈ സൂര്യപ്രകാശത്തിനകത്തുനിന്ന് നേരിട്ടെടുത്താൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചെടി വരെ ആകാനേ ഒക്കത്തുള്ളൂ. അല്ല, നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള കോംപ്ലക്സ് ആയ ഒരു ആനിമലും നിലനിൽക്കത്തില്ല. അപ്പോൾ കോംപ്ലക്സ് ആയ ആനിമൽസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമിനോ ആസിഡ് തൊട്ട് ഈ പ്രോട്ടീൻ വരെയുള്ള സാധനങ്ങൾ തിന്നേ പറ്റൂ. അപ്പോൾ ആ തിന്നുന്നത് കാരണം കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ ബാധ്യത നമുക്കുണ്ട്. അത് ഒന്നിനെയും കൊല്ലാതൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ശാസ്ത്രത്തിനകത്തൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിലൂടെ അത് പറ്റുള്ളൂ. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ഈ പറയുകയും എടുക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താ? ഉള്ള ജീവികളെല്ലാം, ലോകത്തുണ്ടാകുന്ന എല്ലാ ജീവികളും ഒരേ ജീവൻ്റെ തന്നെ പല രൂപങ്ങൾ പലതരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലതരത്തിലായതാണെന്നൊക്കെ ഉള്ള തിരിച്ചറിവുന്ന നമുക്കുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഇക്കോളജിക്കലായിട്ട് നമുക്ക് ഈ നിൽക്കുന്ന സകല ജീവനും പരസ്പരം ആവശ്യമുള്ള നിലവാരത്തിൽ സിംബയോട്ടിക് എവല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം ആശ്രയിച്ച് ഞാൻ ഭക്ഷണമായാൽ പോലും ആശ്രയിക്കും. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. മനുഷ്യനുള്ളിടത്ത് മുഴുവൻ കോഴിയുണ്ട്. കോഴി താനെയാണെന്നുണ്ടെങ്കിൽ കാട്ടിലെ കോഴി മാത്രമേ ആകത്തുള്ളൂ. നമ്മൾ പറഞ്ഞാൽ 100 എണ്ണമേ കാണത്തുള്ളൂ ലോകം മുഴുവൻ കൊടുത്ത, അത്രയും ചെറുതാണത്. അതേ സമയത്ത് നമ്മൾ വളർത്തുന്ന കോഴിയോ, മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കോഴിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോഴിയെ സംബന്ധിച്ചോളം ലോകത്ത് ജീവിക്കാൻ മനുഷ്യനെ ആശ്രയിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ മുട്ട തിന്നും, അതിനെയും തിന്നും. അപ്പോഴും നിലനിൽപ്പിൻ്റെ വശത്തുനിന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലൊരു സക്സസ് അതിനില്ല. പശുവിൻ്റെ കാര്യം എടുത്തു നോക്ക്, പട്ടിയുടെ കാര്യം എടുത്തു നോക്ക്. ലോകത്ത് കാട്ടിൽ ആകെപ്പാടെ ചെന്നായും കാട്ടുപട്ടിയേ ഉള്ളൂ. അതിൻ്റെ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ്. പട്ടിയുടെ കാര്യം എടുത്താലോ, ലോകത്ത് മനുഷ്യനേക്കാളും കൂടുതൽ പട്ടിയാണുള്ളത്. ഇതൊക്കെ നിലനിൽപ്പുമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാൾ നമ്മളെ തിന്നുമ്പോൾ പോലും നമ്മുടെ നിലനിൽപ്പിന് ഗുണകരമാണെന്ന് പറയുന്നത് എല്ലാ ജോലിക്കാരൻ്റെ അവസ്ഥ അതാണ്. മുതലാളി എൻ്റെ കാശ് ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ അടിച്ചുകൊണ്ട് പോകാണെന്ന് അറിയുമ്പോഴും ജീവിച്ചു പോകാൻ ഇത് പറ്റും എന്ന് കണ്ടെത്തുന്ന യുക്തി തന്നെയാണ് പട്ടിക്കും. അപ്പോൾ ഈ കോ എക്സിസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യുദ്ധം ശരിക്കും നമുക്ക് എതിരാണ്. എല്ലാവരും ഇല്ലാതാക്കുന്നതാണ് യുദ്ധത്തിൻ്റെ ഒരു സംഗതികളൊക്കെ. യുദ്ധം കുറച്ചുകൂടെ ഈ എന്താ പറയുക, ഒരു സാമ്പത്തികമായ മെച്ചം ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ആ യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് മാത്രമായി പോകും. പക്ഷേ ചില രാജ്യങ്ങൾക്ക് ചിലപ്പം യുദ്ധം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ യുദ്ധം ഏതെങ്കിലും രാജ്യങ്ങളെയൊക്കെ ഗുണപരമായി സ്വാധീനിക്കുമോ? മറ്റുള്ളവരെ ഉപയോഗിച്ച് ജീവിക്കുന്ന, മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കുന്നതായിട്ടുള്ള യുക്തികളുമായി കഴിയുന്ന രാജ്യങ്ങൾ, രാജാക്കന്മാരില്ലാതായിരിക്കുന്ന, പക്ഷേ ഇന്നും രാജാക്കന്മാർ, ഇപ്പം ഗൾഫിലൊക്കെ ഇന്നും രാജാക്കന്മാർ, അത് ഈ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ കൊണ്ടാണ് ആ രാജാക്കന്മാരൊക്കെ നിലനിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിനകത്ത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ കീഴിലെ രാജ്യം വളരുന്നതനുസരിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ ത്രെറ്റായിരുന്നു. അങ്ങനെയാണ് ആ രാജ്യം വളരാതിരിക്കാൻ വേണ്ടി സ്പൈകളെ വിടേണ്ട ആവശ്യം, ഇതെല്ലാം വന്ന് അത് തകർക്കേണ്ട ആവശ്യം, ഒരു രാജ്യം വികസിക്കുന്നെങ്കിൽ നമുക്ക് ത്രെറ്റായിട്ട് അനുഭവിച്ചിരുന്നത്. ഇന്ന് മനുഷ്യർ പരസ്പരം അറിയുന്ന കാര്യങ്ങളാണ്. പരസ്പരം അറിയുന്നവർ മാത്രമല്ല, അറിഞ്ഞുകൂടാത്തവർ. നമ്മൾ കാട്ടിക്കഴിയുന്ന നമ്മൾ ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറയുന്നവരെ പോലും മനുഷ്യർക്ക് പരസ്പരം അറിയുന്നിടത്തായിട്ടുണ്ട്. ഇന്ന് മനുഷ്യകുലം പരസ്പരം അറിയുന്നിടത്താണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, നമ്മളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ട് നടത്തുന്ന കൃഷി തൊട്ട് വ്യവസായം വരെയുള്ള എല്ലാ മേഖലയും
ഈ രാജ്യ അതിർത്തിക്ക് അപ്പുറത്തുള്ളവർക്ക് കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മലേഷ്യക്കാരൻ പാം ഓയിൽ വെച്ച് പിടിപ്പിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും കൊടുക്കാനാണെന്ന് മലേഷ്യയിലുള്ളവർക്കറിയാം. നമ്മൾ കുരുമുളക് വളരെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന കുരുമുളക് മുഴുവനും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് ഉണ്ടാക്കുന്നത്, റബ്ബർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇനി മാനുഫാക്ചറിങ് ഗുഡ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാർ ഉണ്ടാക്കുന്നത്, ടാറ്റ കാർ ഉണ്ടാക്കിയാൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടാണ് അയാൾ ആ കാർ ഫാക്ടറി ഉണ്ടാക്കുന്നത്. അമേരിക്കയിലെ ഫോർഡ് കമ്പനിക്കാരനായാലും GM മോട്ടോഴ്സ് കമ്പനിക്കാരനായാലും ശരി, അവൻ കാർ ഉണ്ടാക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കാനാണ്. ജപ്പാന് കാർ ഉണ്ടാക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കാൻ. ടയോട്ട കാറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ചൈനക്കാരൻ BYD ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കാനാണ്. ഇന്ന് നമ്മൾ മറ്റുള്ള ആൾക്കാർ അത് വാങ്ങാൻ കഴിയുന്നവരായി അവിടെ കഴിയും. അവിടെ അവരെ കഴിഞ്ഞാലേ എൻ്റെ ഈ വ്യവസായം വികസിക്കത്തുള്ളൂ എന്ന് അറിയുന്നിടത്താണ് ഇന്ന് മനുഷ്യർ. വ്യാപാരികൾ മുഴുവനും ഈ ഒരു രാജ്യത്തുണ്ടാകുന്ന സാധനങ്ങൾ മറ്റിടത്ത് കൊണ്ടുപോയി കൊടുത്ത് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അന്യർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ മുഴുവൻ പേരും മാറി പഴയ രാജ്യബോധത്തിനകത്ത് നിൽക്കുന്നത് വഴി നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് അറിയുന്നുണ്ട്. പണ്ട് തുടങ്ങിപ്പോയ ഒരു വ്യവസായമാണ് ആയുധ കച്ചവടം. അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കാരണം കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. കാരണം ഈ വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഇതേ പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ട്. ഇവരവിടെ കൊണ്ടുപോയി ബോംബ് ഇട്ടാൽ നമ്മൾ ഈ ചെയ്യുന്ന സകല സാധനവും പോയി, നമ്മുടെ മാർക്കറ്റ് പോയി എന്നറിയുന്നവരാണ്. കാരണം വാങ്ങൽ കഴിവുള്ളവർ അപ്പുറത്ത് നിൽക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് മനുഷ്യർ യോജിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാനിരുന്ന് ഉപദേശിക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്നെ പോലെ മഹത് വചനങ്ങൾ പറയുന്നതുകൊണ്ടല്ല ആളുകൾ യോജിക്കുന്നത്. വ്യാപാരം കൊണ്ടും വ്യവസായം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും വിനോദയാത്ര കൊണ്ടുമാണ് മനുഷ്യർ യോജിക്കുന്നത്. ഈ 4 ഫോഴ്സസിൽ മനുഷ്യരെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ജാതിബോധം കൊണ്ടും മതബോധം കൊണ്ടും രാജ്യബോധം കൊണ്ടും ആണ് നമ്മൾ ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിനകത്തെ വ്യവസായത്തിനകത്ത് ഏറ്റവും ദ്രോഹം ചെയ്യുന്നതെന്നാണ് ആയുധ കച്ചവടം എന്ന് പറയുന്നത്. ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലവാരത്തിൽ അത് വ്യവസായം വിജയിച്ച് നിൽക്കുന്ന വ്യവസായം കൂടാണ്. അതുകൊണ്ട് അത് പൂട്ടാൻ പറഞ്ഞാൽ ആരും പൂട്ടത്തില്ല. നമുക്കൊരു സജഷനായിട്ട് മനുഷ്യരെല്ലാവരും കൂടെ പരസ്പരം അറിയുന്നു, ഇന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻ്റർനെറ്റിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റുന്നതും ആയിരിക്കുന്ന അങ്ങനെ പരസ്പരം അറിയുന്ന കാലത്ത് നമുക്ക് വെക്കാവുന്ന ഒരു ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് ലോകത്തിലുള്ള മറ്റ് പണക്കാരായിരിക്കുന്ന വ്യവസായികളായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടക്കാരല്ലാത്ത വ്യവസായികളായിരിക്കുന്നവർ, വ്യാപാരികളായിരിക്കുന്നവർ, ഈ പറയുന്ന മറ്റു തരത്തിൽ കൃഷിക്കാരായിരിക്കുന്നവർ, ഇവർ എല്ലാവരും കൂടെ പണമിട്ട് പണ്ട് രാജാക്കന്മാർക്ക് പെൻഷൻ കൊടുത്ത് മാറ്റിയതുപോലെ ഈ ആയുധ കച്ചവടത്തിന് ഉള്ള ആൾക്കാർക്ക് കാശ് കൊടുത്ത് ആ കമ്പനികൾ മേടിച്ച് പൂട്ടണം. അവരുടെ അവരുടെ 2 തലമുറയ്ക്കുള്ള കാശും കൂടെ പെൻഷനും കൊടുത്തൊക്കെയാണ് പൂട്ടാൻ പറ്റും. ഇതൊരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെയാണ് ഈ ആയുധ കച്ചവടം എന്ന് പറയുന്ന സാധനം വിജയിച്ച് നിൽക്കുന്ന സമയത്ത് അത് പൂട്ടിക്കാൻ പറ്റുന്നത് മറ്റുള്ള മുഴുവൻ വ്യവസായത്തിനും വ്യാപാരത്തിനും തടസ്സമായി അത് നിൽക്കുന്നതുകൊണ്ടാണ്. ഗവേണിങ് ആവശ്യമാണെന്ന് ഈ പറയുന്നത്. ഗവേണിങ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഈ പരസ്പര സമ്മതത്തോടെ യോജിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തടസ്സങ്ങളായിട്ട് വരുന്നത് എങ്ങനെ മാറ്റാമെന്ന് 2 പേരും പരസ്പരം സമ്മതിച്ചുമാണ്. ഇനി നമുക്ക് 2 പേർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് ഒരു വഴക്കും ഇല്ലാതെ പിരിയാൻ പറ്റും. അതിനാണ് മ്യൂച്വൽ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. ആ മ്യൂച്വൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ലോകത്ത് വന്ന് മറ്റേതങ്ങനെയല്ല. കല്യാണം കഴിച്ചാൽ സോൾമേറ്റ് എന്ന് വിളിച്ചിട്ട് ചാകുന്ന കാലം വരെ പിരിയാൻ പറ്റാത്ത തരത്തിൽ ഇത് എങ്ങനെ കൂട്ടിക്കെട്ടാമെന്ന് പറയുന്നതിന് വേണ്ടി റിസർച്ച് ചെയ്തിരിക്കുന്ന പള്ളിയിലച്ചന്മാരും റിസർച്ച് ചെയ്തിരിക്കുന്ന കോടതിയും റിസർച്ച് ചെയ്തിരിക്കുന്ന കൗൺസിലേഴ്സുമാണ് ഇപ്പോഴും ഉള്ളത്. ഇത് 2 പേര് ജീവിച്ചവർക്ക് അറിയാൻ പറ്റുന്നില്ലെന്ന്. അവരെ എങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് കയറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഈ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരായിട്ട് നമ്മൾ തുടരണം എന്നാണ് ഇവർ വീണ്ടും പഠിപ്പിക്കുന്നത്. ഇതല്ല വേണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിരറിഞ്ഞ് പെരുമാറണം എന്നായി പറഞ്ഞ. അതിരില്ല എന്നല്ല ഈ പറയുന്നത്. അതിരുണ്ടെന്നും അതിരറിഞ്ഞും പരസ്പര സമ്മതത്തോടെ 2 പേര് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയത്തില്ല കണ്ണി പോലെയാണ് മനുഷ്യർ. അല്ല, കണ്ണിയെ ആക്കി കഴിഞ്ഞാൽ പിന്നെ പിരിയാനൊക്കത്തില്ല, പൊട്ടിക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് ഇപ്പൊ നടക്കുന്ന ഡൈവോഴ്സുകളല്ല, പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് കൈകോർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വിടുകയും ചെയ്യാം. ഈ യോജിപ്പിനെ പറ്റിയാ പറയുന്നത്. 2 പേരില്ല എന്നല്ല, ഒരാൾ പിടിച്ചു പിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞിട്ടെങ്കിലും പോകാം. നമുക്ക് മറ്റേ ഇത് വിളക്കി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അതാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ വിളക്കി ചേർക്കുന്ന യുക്തികളാണ് ഈ പറയുന്നത്. ഇതല്ല, വ്യക്തികളുണ്ടെന്നുള്ളതാണ്. ജനാധിപത്യത്തിനകത്ത് ഒരു വോട്ട് എന്ന് പറയുന്നത് അതിലുള്ള ഒരു വ്യക്തിയാണ്.
കൃത്യമായി ഡിമാർക്കേറ്റ് ചെയ്യുക അതിലാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഉത്തരവാദിത്തം വരും, കടമ വരും. ഈ ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ പൗരന്മാരുടെ ഒരു പൗരനാവേണ്ടതിനെ കുറിച്ചും പൗരബോധത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ജയശ്രീയെക്കുറിച്ചും ഇല്ലെങ്കിൽ കനിയെക്കുറിച്ചും ഒക്കെ മൈത്രേയൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴോ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ പറയുന്ന വിഷയങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലയിടത്തും സ്ഥാനം തെറ്റിച്ചത് വെക്കുന്നത്. അത് കണിശമാണ്. അത് ആളുകൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഇപ്പം പള്ളിയിലിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ശാന്തിക്കാരനായിരിക്കുന്നതിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യം എങ്ങനെയാണ്? അവൻ്റെ കാണിക്കപ്പെട്ടിയിൽ കാശ് കുറയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായ ശത്രുത ഉണ്ടാവും. കാരണം അവരുടെ തൊഴിലാണ് പോകുന്നത്. അയ്യപ്പനില്ല നെയ്യപ്പമാണ് എന്നാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ശാന്തിക്കാരനായിരിക്കുന്നവന് അത് എടുക്കാനൊക്കത്തില്ല. കാരണം കാശ് കുറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി കാശ് കുറയുന്നത് ഈ ശാന്തിക്കാരന് മാത്രമല്ല, ശബരിമല സീസണിൽ നിന്റെ കട ഞാൻ തരാം എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഒരു കച്ചവടക്കാരനാണ് പറയുന്നത്. പൂരം എന്നിട്ട് വേണം നിന്റെ കട ഞാൻ വീട്ടിൽ തരാമെന്ന് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ അവനും അറിയാം, അയ്യോ ഇത് അങ്ങനെ ഈ അമ്പലവും പള്ളിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അന്ധവിശ്വാസം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ അവരാണ് നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നതുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പം എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, എന്നെ എന്നുള്ളതല്ല, എന്നെ പോലെ അപ്പം ഞാനിങ്ങനെ എന്തോ ഒരു കോന്തനാണെന്നും ഭയങ്കരനാണെന്നും അല്ല ഈ പറയുന്നത്. ഇത്തരത്തിൽ പറയുന്ന ആരെയും അവർ ഡിസ്ക്രെഡിറ്റ് ചെയ്യും. ആ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വ്യവസായമോ വ്യാപാരമോ തടസ്സമായി വരുന്നു. അതിന് അവരുടെ ക്ലയൻസിനെ കുറയ്ക്കുന്ന കാര്യമാണ്. അത് എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ട്രാക്ടർ വന്ന സമയത്ത് കൃഷിക്കാരായിരുന്ന കർഷക തൊഴിലാളികളായിരുന്നവരെ ട്രാക്ടർ തല്ലിപ്പൊട്ടിക്കുന്ന അതേ യുക്തിയാണത്. ഈ അമ്പലത്തിലും പള്ളിയിലും ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം പള്ളി കൊണ്ട് ജീവിക്കുന്ന ഉപജീവന മാർഗമായി അത് മാറ്റിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന എല്ലാ സാധനവും അവർക്ക് തടസ്സമാണ്. സ്കൂളുകളെ പറ്റി നമ്മൾ സംസാരിച്ചാൽ സ്കൂൾ വ്യവസായം കുട്ടികളെ എങ്ങനെങ്കിലും പരീക്ഷയ്ക്ക് എഴുതി പാസ്സാക്കി 100% എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരുടെ ഇന്ന് ഡൊണേഷൻ മേടിക്കണമെന്ന് ആലോചിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തടസ്സമാണ്. ഇതിൻ്റെ ഉപഭോക്താക്കളായും ഗുണഭോക്താക്കളായി ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ശത്രുക്കളായി മാറി അവർ നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജയശ്രീ എടുത്ത് ഞാൻ ഇങ്ങനെ പെരുമാറിയെന്ന് അല്ലെ കനിയെ എടുത്ത് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് ഒക്കെ പറയുന്ന ഏത് സാധനങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നത് അവരുടെ വരുമാന മാർഗത്തിന് തടസ്സമായി മാറി എന്നുള്ളതുകൊണ്ടാണ്, അല്ല വേറെ ന്യായമൊന്നും അല്ല. പക്ഷേ ഈ ക്രിസ്തു ഇല്ലാതെ ക്രിസ്ത്യാനിറ്റി വളർന്നു, മാർക്സ് ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ശക്തമായ ആക്രമണം ഉണ്ടാവൂലേ? ഞാൻ പറയുന്നത് പ്രസ്ഥാനങ്ങൾ ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നീഡാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു റോഡ് വെട്ടണമെന്ന് ആലോചിച്ച് സംഘം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റോഡ് വെട്ടി തീർന്നു കഴിയുമ്പോൾ ഈ സംഘം പോകേണ്ടതാണ്, പക്ഷെ പോകത്തില്ല. അപ്പം തൊട്ട് നമ്മൾ സംഘടിച്ച് ഇവിടെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പരിപാടി വേണമെന്ന് തീരുമാനിക്കുന്ന സംഘടനകളുടെ യുക്തിക്കകത്താണ് ഈ സാധനം. രാഷ്ട്രീയ പാർട്ടി മുഴുവൻ കഴിയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സംഘടിച്ചതാണ് കോൺഗ്രസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി വേണം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ സംഘടനകൾക്ക് വേണ്ടി പരിപാടി ഉണ്ടാക്കുന്നിടത്തേക്ക് ഇത് മാറുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സകല സാധനം ഉണ്ടാകുന്നത്. അല്ലാതെ ആവശ്യത്തിന് സംഘടിക്കേണ്ട ആവശ്യമുണ്ട്. പല സമയത്തും നമുക്ക് സംഘടനകൾ ഉണ്ടാക്കേണ്ടി വരും, പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ പിരിച്ചുവിടേണ്ടതുണ്ട്, പിരിയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ DYFI പോലെ യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനകളും അപ്രസക്തമാണെന്ന ഒരു ഘട്ടത്തിൽ മൈത്രേയൻ പറയുമ്പോൾ അത് കുറച്ചൊരു എക്സാജറേറ്റഡ് ആയി. അല്ല നമ്മൾ ഏത് സംഘടനയ്ക്കും അതിൻ്റെ ഫങ്ഷണാലിറ്റി ഉണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം എടുത്താൽ സ്ട്രഗിളിങ് ക്ലാസ് റൂളിംഗ് ക്ലാസ്സായി മാറുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇപ്പം റൂളിംഗ് ക്ലാസ് ഒന്നും ആയിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്നാണ് DYFIയും SFIക്കും തൊഴിലില്ലായ്മ ഉണ്ടാവും. നിങ്ങൾ തന്നെ പറയാം, ഏത് ഗവൺമെൻറ്റിനെതിരെയാണ് അവർ സമരം ചെയ്യും? മറ്റേതങ്ങനല്ല, ശത്രുവായിട്ട് ഗവൺമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഭരണകൂടം എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് മുകളിൽ എലക്ട് ചെയ്തിരുന്നിട്ടുള്ള കൂടെ അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. സമരം നിർത്താനൊക്കത്തില്ല, പക്ഷേ അത് അവരുടെ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും. അത് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ ആ സമരം തുടരാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ട് കണ്ടുപോയാൽ പിന്നെ അതിന് സ്വതന്ത്രമായ പ്രവർത്തനം സാധ്യമല്ല. അപ്പം നമ്മൾ യുവജന സംഘടനയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചോ, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പം നമുക്ക് ഭരണപരമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിന് തുടർച്ചയായി ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളെന്ന് വിശ്വസിക്കുന്ന സംഘടനകൾ തന്നെ ഭയങ്കരമായി സഹായിക്കുകയൊക്കെ ചെയ്യുന്ന നിലപാട്, കാശ് കളക്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ ആക്രി പറക്കി പോലും DYFI പോലുള്ള ഒരു സംഘടന. അതിന് ആ സംഘടന വേണമെന്നില്ല, സംഘം ഉണ്ടായാൽ മതി.
നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ ഞാൻ അതുകൊണ്ടേ പറഞ്ഞേ, നീഡായിട്ട് വന്നിട്ട് ഉണ്ടാകുന്ന ഗ്രൂപ്പുകളുണ്ട്. വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഈ സംഘടനകൾ പ്രവർത്തിക്കത്തില്ലെന്നുള്ള അർത്ഥമൊന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ തമ്മിൽ ഐക്യപ്പെട്ട് പല പ്രവൃത്തി ചെയ്യും. ആ ഐക്യപ്പെടുക എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും ബാനറിലാകേണ്ട നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിനെ സുസംഘടിതമായി അത് സുസംഘടിതമാകുന്നതിനാണ് നമ്മൾ പണ്ട് കാലത്താണെങ്കിൽ പട്ടാളമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ആ പട്ടാളത്തിന് പകരം വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. നാട്ടിനകത്ത് NGO എന്ന് പറഞ്ഞിട്ട് പുതിയ കാലത്ത് ഉണ്ടാകുന്ന സംഘങ്ങളുണ്ട്. ഇനി ആ NGOs എല്ലാം കറപ്റ്റഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ മോശമാണ് എന്ന് നമ്മൾ തീരുമാനിക്കൽ അല്ല, ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കാൻ പറ്റും. ആ ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കുന്നവരും അതേപോലെ വോളണ്ടറി ഓർഗനൈസേഷൻസിന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതില്ലാതെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും. ഈ പറയുന്ന മുഴുവനും എക്കോളജിക്കലായിട്ടുള്ള അറിവ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് എയ്ഡിൻ്റെ സാധനങ്ങൾ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എമർജൻസി ക്രൈസിസിനകത്ത് ഒരു സമൂഹത്തിനെ എങ്ങനെ എക്വിപ്ഡ് ആക്കാൻ പറ്റുമെന്ന് പറയുന്ന ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇതിനൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനയാകേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ വേണോ വേണ്ട എന്നുള്ളത് പഴയ കാലത്തെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടായ സേനകളുടെ ബോധത്തിനകത്ത് വേണ്ട. ജനാധിപത്യം വരുമ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ച ഏറ്റവും വലിയൊരു ഇതാണ്. ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അതിനെ എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പാർലമെൻ്ററി വ്യാമോഹം പാടില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇവരെ പഠിപ്പിക്കേണ്ടത്. സേനയായിട്ടാണ് കാണുന്നത്. നമ്മൾ സേനകൾ ഇനി ആവശ്യമില്ല എന്ന് നമ്മളറിയണം. കാരണം പരസ്പരം അറിയുന്നതും പരസ്പരം ആവശ്യമുള്ളവരാണെന്നും അറിയുന്ന ലോകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സേന നിലനിർത്തുകയാണെങ്കിൽ യുദ്ധം ആവശ്യമായിട്ട് വരും. ഓപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സംഘടിച്ച് ചെയ്യണം. ഇപ്പം നാരായണ ഒരു സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞാൽ മറുവശത്ത് ഒരാളുണ്ടെന്നുള്ള നിലവാരത്തിലാണ് ആ സംഘടന വരുന്നതെന്നുണ്ടെങ്കിൽ ഉപദ്രവമാകും. സംഘടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പാലം ഇടാനായിട്ട് സംഘടിച്ച് പാലം പിടിക്കണം എന്ന് പറയുന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കെതിരെ പൊരുതുക എന്നുള്ള വാക്ക് അതിനകത്തില്ല. നമുക്ക് നമ്മുടെ മറുവശം എന്ന് പറയുന്നത് മനുഷ്യനെന്ന് പറയുന്ന ജീവി മാത്രമല്ല, ലോകത്തെ എല്ലാ ജീവികൾക്കും മറുവശമായിരിക്കുന്നത് പ്രപഞ്ചത്തിനകത്തെ പരിമിതികൾ ആണ്. പക്ഷേ ഈ പറയുന്ന സംഘടനകളൊക്കെ മസിൽ പിടിച്ചുകൂടെ അവരുടെ എക്സിസ്റ്റൻസിനെ നിലനിർത്താൻ കഴിഞ്ഞില്ലേ? അതാണ് ഞാൻ ഈ പറയുന്നത്. സംഘടനയ്ക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നിടത്ത് എത്തും. സംഘടന നിലനിർത്തും. നമുക്കൊരു സംഘടനയുണ്ട്, ഇതിനൊരു പരിപാടി വേണം എന്ന് ആളുകൾ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ തൊട്ട് അനാവശ്യമായ പരിപാടികളുടെ ഘോഷയാത്രയാണ് പിന്നെ അങ്ങോട്ടുണ്ടാക്കുന്നത്. അവസാനം വഴിയെ പോയ ഒരു വയസ്സിനെ പിടിച്ച് ആദരിക്കാൻ തുടങ്ങുന്നിടം തൊട്ട് ഇത് എന്ത് വേണേലും ചെയ്യും. കാരണം നമ്മളുണ്ടെന്ന് അറിയിക്കാൻ ബാധ്യതയുണ്ട്. നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിന് ബാധ്യത വരും. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നിടത്തേക്ക് ഇത് മാറുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് വ്യക്തിഗതമായ പ്രശ്നമോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല. ഒരു സംഘടന ഉണ്ടായിപ്പോയാൽ ആ സംഘടന നീഡ്ഫുൾ ആയിട്ടിരുന്ന ആ സാഹചര്യം മാറിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ പ്രവർത്തിച്ചിട്ട് മാറ്റിക്കളയത്തില്ലേ. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുന്നതിന് കനാൽ കെട്ടിയും ഡാം കെട്ടിയും ഒക്കെ നമ്മൾ വെള്ളപ്പൊക്കത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയാൽ വെള്ളപ്പൊക്കം വരുന്നത് അതിന് ഡാം പൊട്ടിച്ച് വെള്ളം ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ചെന്ന് പെടും എന്നുള്ളതാണ്. അത് ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. അല്ല, ഇത് ഒക്കെ സൈഡ് എഫക്ട്സ് ആയിട്ട് മാത്രം കണ്ടുകൂടെ? അല്ല, അതാ സൈഡ് ഇഫക്റ്റ് ആയിട്ടിരുന്നത് ഇതുവരെ ലോകത്ത് ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായതാണത്. ഇന്ന് നമുക്ക് ഈ തരത്തിലുള്ള ഇതിനെപ്പറ്റിയുള്ള പുത്തൻ അറിവുകൾ ലോകത്ത് വന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും എക്വിപ്ഡ് ആക്കി മാറ്റുക എന്ന് പറയുന്നതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. അതിന് പകരം ഈ വോളണ്ടറി ആയിട്ട് വീണ്ടും വീണ്ടും ആളുകളെ ഉത്തേജിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി ചുറ്റുപാടിനെ അനുകൂലമാക്കി പ്രവർത്തിക്കുന്ന ആളുകളെ എക്വിപ്പ് ചെയ്യുന്നതിനാണ് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത്. പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പൗരബോധത്തിനെ പറ്റി പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. മറ്റതങ്ങനെയല്ല. പഠിക്കപ്പെടാതിരിക്കുന്നവരായിരുന്നു കഴിഞ്ഞാൽ സാക്ഷരതാ പ്രവർത്തനം വിദ്യാഭ്യാസത്തിന് മുമ്പ് അതിന് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷനായിട്ടാണ് വരുന്നത്. ക്ലാസ് റൂമിൽ 100% ആൾക്കാരും ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സാക്ഷരതാ പ്രവർത്തനമാണ്? നമ്മളിതാ മനസ്സിലാക്കേണ്ടത്. സാക്ഷരതാ പ്രവർത്തനം എന്ന് പറയുന്നത് പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് അക്ഷരം പഠിപ്പിക്കാൻ ഉണ്ടാക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതാ പറഞ്ഞ സാക്ഷരത നമ്മൾ മൂവ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 100% ലിറ്ററസി വന്നു കഴിഞ്ഞാൽ പിന്നെ സാക്ഷരതാ പ്രവർത്തനം സാധ്യമല്ല. ക്ലാസ് റൂമിനകത്ത് എല്ലാവരും എത്തിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാക്ഷരതാ പ്രവർത്തനം എന്ന് പറയുന്നൊരു സാധനം ലോകത്തില്ല. നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ടി വരത്തില്ലേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ? അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രവൃത്തി നീഡ്ഫുൾ ആയിരിക്കുന്നതിന് ശേഷം സംഘടന തുടരരുത്. സംഘടന പിരിഞ്ഞു പോകേണ്ടതാണ്, ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതാണ്.
അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തന്നെ കുടുങ്ങിപ്പോകുന്നത്, മനുഷ്യർ കുടുങ്ങിപ്പോയതാണ് ഈ സംഘടനകൾ. ആവശ്യത്തിന് അത്യാവശ്യവുമാണ് സംഘടന. പക്ഷേ എന്തിനാണോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം തീർന്നാൽ അതിനെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു പുതിയ അറിവാണ് നമ്മളിത് പറയുന്നത്. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസാണ്. ഇതൊക്കെ നമ്മൾ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അക്ഷരം പഠിക്കാത്ത അമ്മയും അച്ഛന്മാരുണ്ടാകുകയും അക്ഷരം പഠിക്കുന്ന മക്കളുണ്ടാകുന്ന ക്ലാസ് റൂമിൽ ഉണ്ടായി കഴിയുമ്പോൾ അമ്മയും അച്ഛന്മാരെ അക്ഷരം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കാണുന്നതാണ് സാക്ഷരതാ പ്രവർത്തനം. പക്ഷേ 100% കുട്ടികളും സ്കൂളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കാനൊക്കത്തില്ല. അത് കഴിഞ്ഞ്. ഇതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ എനിക്കൊന്ന് കുറച്ചുകൂടെ അനുധാവനതയോടെ ഇതിനെ ഫോളോ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല, അത് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൺഫ്രണ്ട് ചെയ്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പഴയ അനുഭവജ്ഞാനികളെന്ന് പറയുന്നവരുടെ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് പുതിയ സിസ്റ്റത്തിനകത്ത് പ്രയോജനമില്ല. ഇതാണ് ഇന്ന് വയസ്സരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർ പ്രയോജനരഹിതമായി വയസ്സാങ്കാലം നീണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സംഘടനകളെ അറിയേണ്ടത്. ചോദ്യങ്ങളോട് പ്രതിരോധം എന്നുള്ള രീതിയിൽ പലപ്പോഴും മൈത്രേയൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളൊക്കെ പലപ്പോഴും ട്രോളാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ശരിയല്ല, ആദ്യം പോയി പഠിച്ചിട്ട് വാ രജനീഷേ എന്നിട്ട് എന്നോട് ചോദിക്കുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല. മലയാള ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു, ഇയാൾക്ക് മലയാള ഭാഷ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇയാൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാന്നല്ല അർത്ഥം. ഈ വിഷയത്തിനെ മനസ്സിലാക്കാനുള്ള ടൂള് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാൻ കിലോമീറ്ററിൽ അളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ മൈലിൽ അത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത്രേ ഈ പറയുന്നേ. അല്ല, മറ്റുള്ളവർക്ക് അറിവില്ല എന്നല്ല, അവരുടെ അറിവ് ഇത് നമുക്ക് കോർത്ത് ചെയ്യാനൊക്കത്തില്ല. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറിയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് റോഡ് ഉപയോഗിക്കണം. ദൈവവിശ്വാസിയായിരിക്കുന്ന ഒരാൾ, ഹെറാർക്കിക്കലായി വാല്യൂ ഉള്ള ഒരാൾ ജനാധിപത്യപരമായിട്ടുള്ള മൂല്യബോധം ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യ മൂല്യബോധം എന്ന് പറയുന്നു പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കണമെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൻ്റെ ടൂളിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ അത് ഹാഷ്മിയോടൊക്കെ പറയുമ്പോൾ കുറച്ച് ഹാഷായി പോയെന്ന് തോന്നിയില്ലേ പിന്നീട്? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. എന്നെ പിടിക്കാൻ ശ്രമിക്കുന്ന, ഞാൻ മീനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മീൻ കുത്തുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഹാർഷൊന്നുമല്ല. എനിക്ക് നല്ല മൂർച്ചയുള്ള കൊമ്പുകളുണ്ട്, സൂക്ഷിച്ച് പിടിച്ചാൽ. അപ്പം നിലപാടുകൾ ഉറച്ചു പോവുക, അതേപോലെ പിടിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കുക, മുറിവുണ്ടാവും. തീർച്ചയായിട്ടും ജനാധിപത്യ ലോകത്തിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ച് മൈത്രേയൻ സമ്പന്നനായി മുന്നോട്ട് പോവുക. നന്ദിയുണ്ട് സംസാരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.